ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കല്യാണം ഉണ്ട്, ഒരു കുഞ്ഞി കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാട്ടാ. ഞാനും ഉണ്ണികളാണ് പോണത്. കുഞ്ഞാറ്റയും ബാക്കിൽ കാണുന്നുണ്ടോ? ഇവിടെ വെയിലുള്ള കാരണം എനിക്ക് കാണില്ല ക്യാമറയിൽ. അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരുങ്ങി പിടിച്ച് വരുമ്പോൾ കുറച്ച് നേരം വൈകിട്ടില്ല, 12:30. വാ. അപ്പം അങ്ങനെ ഞങ്ങളിതിപ്പോൾ പോവേണ്ട. അപ്പം ഞാൻ എടുത്ത ഡ്രസ്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇനിയിപ്പോൾ കാണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കട്ടെ. അവൾ ഇടുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതാണ്. അങ്ങനെ പിന്നെന്താ, എന്തായാലും ഞങ്ങൾ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. പിന്നെ അളിയൻ വരികയുണ്ട് കേട്ടോ. അളിയന് കുളിച്ചിട്ടൊന്നുമില്ല, ആൾ റെഡി ആവണുള്ളൂ. ആളായിട്ട് എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ല വണ്ടിയിൽ. ഞങ്ങൾ നടക്കാൻ വിചാരിച്ച്, കുറച്ച് നടക്കാണ്ട്, നല്ല വെയിലും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എന്തായാലും പോയിട്ട് കാണാം. ഉണ്ണീനെ ചാച്ചി എടുക്കാടാ. എന്താണ്ടായപ്പോൾ അതിനെ താഴെ നിർത്തി. അപ്പം ഞങ്ങൾ തളിയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയ പാട് എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചിരിച്ചത് എന്താ വെച്ചാൽ, പെട്ടെന്ന് ചിരി വന്നത് എന്താ വെച്ചാൽ, അല്ലു അവിടെ നിന്നിട്ട് ടാറ്റ ആട്ടുന്നുണ്ട്. അപ്പം അല്ലു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വലിയ കുട്ടിയായ പെൺകുട്ടിയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ക്യാമറ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പറയും വീഡിയോ എടുക്കുക ചാച്ചി, റീൽസ് എടുക്കുക ചാച്ചി എന്നൊക്കെ ഇവിടെ വന്നാലാണെങ്കിലും പറയട്ടെ, റീൽസ് എടുക്കാനൊക്കെ. അപ്പോൾ അത് ഞാൻ അവളെ പെട്ടെന്ന് കണ്ടപ്പോൾ ചിരിച്ചത്. അപ്പോൾ ഓരോരുത്തരും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളെ ചോദിച്ചപ്പോൾ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിച്ചുമോൻ എന്നിട്ട് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോൾ അവനക്ക് പിന്നെ ഉറക്കം വന്നു. അപ്പോൾ പിന്നെ അവനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കായി. പിന്നെ കരച്ചിലും വാശിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ അവനെ ഉറക്കാൻ വേണ്ടി പോയിട്ട്, അപ്പോൾ ആൾ പുറത്ത് കളിക്കണത് ഉത്താനും പിന്നെ എല്ലാവരും കൂടെ കളിക്കണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടി. പിന്നെ എന്താ പറയുക, തേങ്ങാക്കൊത്തും ശർക്കരയും കൂടെ ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നീച്ചുമോൻ ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയപ്പോൾ പിന്നെ അവനവിടെ കിടത്തി. പിന്നെ ഓരോരുത്തർ ഗോൾഡ് കൊടുക്കണത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരേ ഡ്രസ്സ് കൊടുന്നൊരു ഡ്രസ്സ് കൊടുക്കണ്. അപ്പം അങ്ങനത്തെ ഒരേ ചടങ്ങുകളാണ് കേട്ടോ. ഇത് അവളുടെ മാമായുടെ വൈഫാണ് കേട്ടോ. ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞോളൂ. ഞാൻ കല്യാണത്തിന് പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇവളെ ഉമ്മയുടെ അനിയത്തിയാണ്. ഉമ്മ ഉണ്ടാ തൊട്ടടുത്ത് നിൽക്കണത്. അപ്പോൾ ബാബിയുടെ ഉമ്മാനെയും ആദ്യത്തേൽ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടതെന്ന് വെച്ചാൽ മറ്റേ എന്താ പറയുക, അനിയൻ്റെ വൈഫും മാമായുടെ വൈഫും പിന്നെ അവളുടെ ഉമ്മമ്മേണ്ട കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂത്ത ബാബിയുടെ ഉമ്മയും പിന്നെ മൂത്ത ബാബിയുടെ മോളും ഒക്കെ ഉണ്ടാ. അപ്പോൾ ബാബി പിന്നെ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് ബാബി നിന്നിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ അവരെ ഫാമിലിയാണ്, പക്ഷെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇത് അളിയൻ്റെ ഉമ്മയുടെ ആങ്ങളുടെ വൈഫും മോളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എത്രയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്. ചെന്ന് നോക്കുമ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, അത്ര വലിയ പരിപാടിയല്ല, ചെറിയൊരു പരിപാടി. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്തോ ആരോ ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് ആരും അല്ല, എന്താ പറയുക, ഞാൻ മറന്നു. താത്താടെ വക പാദസരം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തതാണ് കേട്ടോ. പാദസരമാണ് അവൾക്ക് കൊടുത്തത്. അപ്പോൾ അത് ഉണ്ണികളെ കൊണ്ട് കൊടുപ്പിക്കാമെന്നായിരുന്നു അളിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം അവളെ ഉമ്മ തന്നെ ഇട്ട് കൊടുത്തത്. അപ്പം അങ്ങനെ പിന്നെ അവളുടെ ഒപ്പച്ചിരി വക മാല ഇട്ടെടുത്തത്. ഈ മാലയാണ് എടുത്തത്. ബാബിയുടെ വീട്ടിൽ നിന്ന് വള, പിന്നെ താത്താടെ വക പാദസരം, താത്താടെ അളിയൻ്റെ വക പാദസരം, പിന്നെ കമ്മൽ 2 ജോഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ജോഡി മോതിരം കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചേം പിന്നെ അളിയൻ്റെ ഉമ്മ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവൾക്ക് മാലൊക്കെ ഇട്ട് കൊടുക്കണ പരിപാടിയാണ് കേട്ടോ അപ്പം നടന്നുകൊണ്ടിരിക്കുക. മറ്റാൾ എല്ലായിടത്തും ഞാൻ വീഡിയോ എടുക്കണേ കാണുമ്പോൾ ടാറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, അല്ലു.
പിന്നെ അത് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൊടുത്തിട്ടാണ്. ഞാൻ കൊടുത്തത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് ആരും ഇല്ലല്ലോ, എന്താ ചെയ്യുക, പാവം ഞാൻ. പിന്നെ അല്ലുവിനോട് പറഞ്ഞാലൊക്കെ എടുത്ത് തരും, ഉണ്ണിയാളോടൊക്കെ പറഞ്ഞാൽ ഉത്താനോടൊക്കെ പറഞ്ഞാൽ എടുത്ത് തരും. പിന്നെ ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കാനും മറന്നു ഒന്നാമത്തെ. പിന്നെ പെട്ടെന്നായിരുന്നു നിന്നെ വിളിച്ച്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറക്കുകയും ചെയ്ത്. പിന്നെ അതേ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. പിന്നെ ആണുങ്ങൾ കുറച്ച് ആൾക്കാർ ഒക്കെ അവിടെ അകത്തിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ആൾക്കാർ പരിപാടിയില്ല. അപ്പോൾ പിന്നെ ഹാളിലും 2 ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അകത്ത് ഉള്ളൊരു ടേബിളും ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഉപ്പപ്പാനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതായത് ബാബിയുടെ ഉപ്പാനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ അവളുടെ ഉമ്മമ്മയും ഉപ്പപ്പയാണിത്. അപ്പോൾ അതെ എന്താ പറയുക, ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി. അവിടെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ചോറിൻ്റെ ഒക്കെ വീഡിയോ എടുത്താട്ട. അപ്പം ഞങ്ങളും കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതേ പെണ്ണുങ്ങളൊക്കെ ഒരു ഭാഗത്തിരുന്ന് കഴിക്കണമുണ്ട്. അപ്പം ഞാൻ അത് നമ്മളെ ഫ്രണ്ട്സുകളായിട്ടാണ് ഇരുന്നത്, നമ്മളെ പീക്കിരി കുട്ടികളായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഉത്താനുണ്ട്, ഞാനുണ്ട്, കുഞ്ഞാറ്റുണ്ട്, അതുപോലെ സാറ, അല്ലു, പിന്നെ അസുമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുഞ്ഞാറ്റയും മരിയൊക്കെ കഴിച്ചില്ല, കുഞ്ഞാറ്റ ഇരുന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞങ്ങളായിട്ട്. കുഞ്ഞാറ്റയും കഴിച്ചിട്ടില്ല. പിന്നെ ഉത്താന് കുറച്ച് ഉത്താൻ കഴിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ മരിയൊക്കെ കഴിക്കണമില്ല. പിന്നെ നിച്ചുമോനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിച്ചുമോനക്ക് വീട്ടിൽ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് എല്ലാവരും കൂടെ മേലെ ഇരുന്ന് കളിക്കണതാണ് ഈ കാണുന്നത്. കുറച്ച് കൊടുക്കും അല്ലോ, കുറച്ച് കൊടുക്കും. കുഞ്ഞാറ്റേ അങ്ങോട്ട് തിരിയരുതിട്ടാ, വീഴൂ. അപ്പം ഞാൻ ഈ അയൽനാർ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് വീഡിയോയിൽ കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടാവും, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ക്ഷീണം വേഗം മുഖത്തറിയണ കണ്ണെഴുതിയിട്ടില്ലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷമാണ് കണ്ണെഴുതിയത്. അപ്പോൾ അതെ ഞാൻ കണ്ണെഴുതലൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി. പിന്നെ അളിയൻ്റെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു, അവരൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ അതിന് ശേഷം ബാബിരെ നാത്തൂനിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ആളും ബാബിയുടെ ഫാമിലിയൊക്കെ നല്ല സ്നേഹമുള്ളതായിട്ട് ഞങ്ങളാണ് കേട്ടോ. ഞാൻ ഇതുവരെ അവരായിട്ട് പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാണ് എന്താ പറയുക ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് കാണുന്നത്. അപ്പോൾ അവർ നല്ല സ്നേഹമുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് ബാബിയുടെ നാത്തൂനെ നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവരായിട്ടൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ പിറ്റേ ദിവസമാണ് അവർ പോയത്. അപ്പോൾ എന്നോട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി, പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ അതേ ഞാനും പിന്നെ വെല്ലിക്കാടെ വൈഫും പിന്നെ ബാബിയുടെ ഉമ്മ ഉണ്ടത്, ഉണ്ണികളെല്ലാവരും കൂടെ നടന്നു പോയിരുന്നു. അപ്പോൾ ബാബിയുടെ ഉമ്മാക്ക് എന്തോ സിമ്മ് എടുക്കാനുണ്ടായിരുന്നു. സിമ്മ് എടുക്കാനെന്ന് വെച്ചാൽ ആളെ സിമ്മ് പോയിട്ട് അതിൻ്റെ ഡൂപ്ലി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനും ബാബിയുടെ ഉമ്മയൊക്കെ കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്മ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ബാബിയുടെ ഉമ്മയും നിച്ചുമോനും കൂടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അതുവരെ ബാബി ഇവിടെ വീട്ടിലായിരുന്നു, ഉണ്ണികളായിട്ടുണ്ട് പോന്നു. പിന്നെ അത് അവർ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബായ്.